ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നെയ്യും എല്ലും ഒക്കെ കൂടിയിട്ടുള്ള പീസാണ് ഇതിലേക്ക് നല്ലത്. ഇനി ഇതിലേക്കുള്ള ബീഫ് കറി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-8 അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ബീഫിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 25 മിനിറ്റ് ആണ് മൊത്തം വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ മൊത്തം 25 മിനിറ്റ് ആണ് വേവിച്ചെടുക്കുന്നത്. ഓരോരുത്തരുടെ ബീഫിന്റെ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ കപ്പയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആ ബീഫ് കറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബീഫും കപ്പയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ കപ്പയിൽ നല്ല പോലെ പിടിക്കണം. അതുപോലെ കപ്പയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ കപ്പയും ബീഫൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചെറിയ ചൂടോട് കൂടി കുറച്ച് സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിലിട്ടതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.